ആർ പത്മകുമാർ ഇന്നലെയും പ്രധാനമന്ത്രി വിഴിഞ്ഞത്തേക്ക് എത്തി. അതെ അവിടെ അതെ അദ്ദേഹം രാഷ്ട്രീയം അതേ പറഞ്ഞു, സൈന്യത്തിലുള്ള അവിടെ ആള് അദ്ദേഹം എന്നാണ് പറയുന്നത് അവിടെ ശ്രീ രാജു. പരിഹസിച്ചു, ഇന്ത്യ സഖ്യത്തെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞു, രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയം പെയ്തു. നോക്കൂ, ഈ ഈ പെഹൽഗാം രാജ്യം അങ്ങേയറ്റം ഞെട്ടിയ പെഹൽഗാം ഭീകരവാദ ആക്രമണത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ മറിച്ച് ഒരു വാക്ക് ചൂണ്ടിക്കാണിക്കാവോ? അവിടുത്തെ സുരക്ഷാ ചൂണ്ടിക്കാണിക്കലല്ലാതെ മല്ലികാർജ്ജുൻ ഖാർഗെയോ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ, സുബ്രഹ്മണ്യ സ്വാമി ഇന്നിപ്പോൾ സഞ്ജയ് റാവത്തും മോദിയുടെ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടു. മുംബൈ ഭീകരാക്രമണ സമയത്ത് അന്നത്തെ പ്രതിരോധ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതുപോലെ ആരെങ്കിലും രാജി ആവശ്യപ്പെട്ട് കണ്ടോ? കോൺഗ്രസ് മാത്രം ഒരു വേദനയുടെ കാലത്ത് രാഷ്ട്രീയം പറയരുത് എന്നുണ്ടോ? നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം എന്നാണോ ശ്രീ ജെ ആർ? ഇന്നിപ്പോൾ സാംബിത് പാത്ര പറയുന്നത് പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയാണെന്നാണ്. അങ്ങനെയൊക്കെ പറയാമോ ശ്രീ ജെ ആർ പത്മകുമാർ? അല്ല, നിങ്ങൾ ഹാഷ്മി ഇങ്ങനെ ഈ അഭിനന്ദനങ്ങൾ കൊണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടിപ്പിക്കരുത് നമ്മുടെ രാജു പി നായർ, അതേപോലെ തന്നെ കോൺഗ്രസിനെ. ഈ സംഭവം ഉണ്ടായതിനു ശേഷം കോൺഗ്രസ് എന്താണ് നിലപാടെടുത്തതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ വിഴിഞ്ഞത്ത് നടന്ന കാര്യം അത് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പ്രസക്തിയില്ല. ആദ്യം അതിലെ രാഷ്ട്രീയം കൊണ്ടുവന്നത് LDF വന്നാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇടതുപക്ഷത്തിൻ്റെതാണ്. പ്രധാനമന്ത്രി ഇവരെടുത്ത നിലപാടുകളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മുടെ ഇവിടുത്തെ ഒരു വിഷയമേ അല്ല. ഈ ഇഷ്യൂവുമായി പഹൽഗാം ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വന്നിട്ട് ഈ രാജ്യത്തെയും സൈന്യത്തെയും ഒക്കെ അപമാനിച്ചതാരാ? അല്ല, ഈ കോൺഗ്രസിന്റെ സമുന്നതയായ ഒരു നേതാവ്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്താ പറഞ്ഞത് എന്താണ് സംഭവം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു ദേശീയ നമ്മുടെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ ഒരു മതവുമായി കൂട്ടിക്കുഴച്ച് ഈ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതും ആഹ്വാനം ചെയ്തു ആരാ? റോബർട്ട് വധേര. ഇന്ന് വരെ കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞിട്ടുണ്ടോ? പ്രിയങ്ക തള്ളി പറഞ്ഞിട്ടുണ്ടോ? സോണിയ തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് തള്ളി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്ത് കാര്യമാണ് നിങ്ങൾ പറയുന്നത്? സിദ്ധാരാമയ്യ പറഞ്ഞ എന്താണ്? ഞാൻ പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ആക്രമണത്തെ പിന്തുണയ്ക്കില്ല. ഇന്ത്യ രാജ്യത്ത് കടന്നു കയറി 26 നിരപരാധികളെ മതം നോക്കി വെടിവെച്ചു കൊന്ന ഭീകരവാദത്തിന് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണത്തെ ഞാൻ പിന്തുണയ്ക്കില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ വീഴ്ചയാണ് നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞത് ആരാണ്? കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവല്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്ററിൽ വന്നത് എന്താണ്? അതുപോലെ കർണാടകയിലെ മന്ത്രി ഹരിപ്രസാദ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒന്നും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി. ആ സെക്യൂരിറ്റി ലാബ്സ് ആരും മിണ്ടരുത് എന്ന് പറയാൻ പറ്റുമോ ജിയാ പത്മകുമാർ? സെക്യൂരിറ്റി ലാബ്സ് ചോദ്യം ചെയ്യുന്നവർക്ക് FIR ഇടുക, സെക്യൂരിറ്റി ലാബ്സ് ചോദ്യം ചെയ്യുന്ന ഭീകരവാദികളാക്കുക എന്നത് പറയാൻ കഴിയുമോ? അതായത് 11-ാം നാളായി ഈ പഹൽഗാം എന്ന് പറയുന്ന ആ മേഖലയിൽ ഒരു സുരക്ഷ ഉണ്ടായിരുന്നില്ല ജിയാ പത്മകുമാർ. ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കാൻ അതുകൂടി നമ്മൾ ഓഡിറ്റ് ചെയ്യണം. സെക്യൂരിറ്റി ലാബ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. ഇവിടെ നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്? കോൺഗ്രസിനെ എന്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കുന്നു എന്നുള്ളതാണല്ലോ. ഇത്രയും ദൂരെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ വന്ന് തീവ്രവാദികൾ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് എന്നുള്ള രീതിയിൽ അത് ആരുടെ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആദ്യം ചർച്ച ചെയ്തത്. രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവരുടെ ഈ പ്രവൃത്തിയെ എതിർക്കണം എന്ന് ഇങ്ങനെ ഘോരഘോരം നമ്മൾ പറയുമ്പോൾ പിന്നിൽ നിന്ന് കുത്തുകയാണ്. ഈ നടപടി എടുത്താൽ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളും നടത്തിയ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ TV-യിൽ എന്താ ചർച്ച വന്നത്? ഈ കാര്യങ്ങളാണ്. ഈ നമ്മുടെ രാജ്യം പാകിസ്ഥാൻ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇന്ത്യയിൽ നമുക്ക് വേണ്ടി മോഡിക്കെതിരായി നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ട്, മമതാ ബാനർജി ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് എണ്ണി അവിടെ ചർച്ച നടന്നത് നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവരെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്? ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണത്തെ, നിരപരാധികളായ ആളുകളെ മതത്തിന്റെ പേര് പറഞ്ഞ് ആക്രമിക്കാനുണ്ടായത്. ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള കാശ്മീരിൽ നടന്നിട്ടുള്ളത് എങ്ങനെയാണ്? കാശ്മീരിൽ 1990 മുതൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു പ്രത്യേക വിഭാഗം അവിടെ പാടില്ല, ഒരു പ്രത്യേക വിഭാഗം മാത്രമേ അവിടെ പാടുള്ളൂ എന്നുള്ള രീതിയിൽ ആക്രമണം നടത്തി. അത് ഇന്ത്യയിൽ നിന്ന് വലിയ സഹായം കിട്ടിയിട്ടുണ്ട്, വലിയ രീതിയിലുള്ള സഹായമുണ്ട്. ഇപ്പോഴും പാകിസ്ഥാനിന് വേണ്ടിയിട്ട് ബാറ്റ് ചെയ്യുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട്. ശരി, ഞാൻ മറുപടിക്ക് രാജു പി നായരിലേക്ക് എത്തും. ഇടവേള കൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇപ്പോ
വന്നിട്ട് ഞങ്ങൾ യാതൊരു രീതിയിലും ഈ തീവ്രവാദികളെ അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയ ആളുകളെ സഹായിക്കുന്നില്ല, ഞങ്ങളിതാ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, സിദ്ധാരാമയെ തിരുത്താൻ തയ്യാറായോ? വദ്രയെ തിരുത്താൻ തയ്യാറായോ? ജെ.ആർ. പത്മകുമാർ പറയുന്നുണ്ടോ പാകിസ്ഥാനുമായി യുദ്ധം അനിവാര്യമാണെന്ന് ബി.ജെ.പി. വക്താവ് ജെ.ആർ. പത്മകുമാർ പറയുന്നുണ്ടോ? സിദ്ധരാമയ്യ പറഞ്ഞ എന്താണ്? പാകിസ്ഥാനുമായി യുദ്ധത്തെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ബി.ജെ.പി. വക്താവ് ശ്രീ ജെ.ആർ. പത്മകുമാർ പറയുന്നുണ്ടോ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യണം എന്ന് പറയുന്നുണ്ടോ? അല്ല, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്താണ് ജെ.ആർ.? അല്ല, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്താണ്? പാകിസ്ഥാനുമായി യുദ്ധം വേണം എന്നതാണോ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്? ഞാൻ ചോദിക്കുന്നത് പാകിസ്ഥാനുമായി യുദ്ധം വേണം എന്നത് ബി.ജെ.പിയുടെ നിലപാടാണോ? കേന്ദ്ര ഗവൺമെന്റ് യുദ്ധം വേണോ വേണ്ട എന്നുള്ളതല്ല ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ ഇന്ത്യയുടെ സൈന്യം സിദ്ധരാമയ്യ പറഞ്ഞത് യുദ്ധത്തെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സിദ്ധരാമയ്യ പറഞ്ഞത് യുദ്ധത്തെ ന്യായീകരിക്കുന്നുള്ളതാണ്. യുദ്ധം എത്ര ന്യായീകരിക്കുന്നുണ്ട് ജെ.ആർ. പത്മകുമാർ? ഞാൻ തിരികെ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ വീഴ്ചകൾ നമ്മുടെ ഒരു തീവ്രവാദി അക്രമത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോ ഇതിന് പിന്തുണ നൽകിയ പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല വേണ്ട, ആക്രമത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, നമ്മുടെ വീഴ്ചയാണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനൊന്നുമല്ല. അല്ല, സിദ്ധരാമയ്യ പറഞ്ഞ അങ്ങനൊന്നുമല്ല. സിദ്ധരാമയ്യ പറഞ്ഞ അങ്ങനൊന്നുമല്ല. നിങ്ങൾ ന്യായീകരിക്കട്ടെ, നിങ്ങൾ സിദ്ധരാമയ്യ ന്യായീകരിക്കാൻ പോട്ട് കാശ്മീർ. ഞാൻ പറഞ്ഞത് ഈ സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്നേ. ജെ.ആർ. പത്മകുമാർ രാജു പി നായർ ഉണ്ടല്ലോ, ഇവിടെ സുരക്ഷാ വീഴ്ച പരിശോധിക്കണം. ജെ.ആർ. പത്മകുമാർ, നമ്മുടെ 26 നിരപരാധികളെ കൊന്നൊടുക്കിയ തീവ്രവാദികളെ കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുമ്പോൾ തന്നെ ഇനി അവിടെ ഒരു 26 പേരുടെ ചോര വീഴാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റ് ഉണ്ടാവണം. എങ്ങനെയാണ് 1.5 മണിക്കൂർ? ഇപ്പോ ഈ പറയുന്ന കൊല്ലപ്പെട്ട ഒരാളുടെ സഹോദരി പറഞ്ഞു 1.5 മണിക്കൂർ അവിടെ ചോര വാർന്നു കിടന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ അവിടെ കയറിയ ആളാണ്. പെഹൽഗാമിൽ നിന്ന് ബൈസൺ താഴ്വരയിലേക്ക് നടന്നു കയറിയ ആളാണ്. 1 മണിക്കൂർ വേണം അവിടെ നടന്നെത്താൻ. അവിടെ എങ്ങനെയാണ് തീവ്രവാദികൾക്ക് സുന്ദരമായി എത്തിച്ചേരാൻ പറ്റുമെന്ന്, 26 വരെ കൊന്നൊടുക്കിയിട്ട് താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിക്കണം. ജെ.ആർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ തീവ്രവാദികളെ കൂടെ സഹായിക്കുന്ന അവരോടൊപ്പം നിൽക്കുന്ന കുറെ ആളുകൾ ഇതിനകത്തുണ്ട്. മാത്രമല്ല അവിടുത്തെ ടെറൈനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനെതിരായി നിരവധി അറ്റംപ്റ്റുകൾ അവർ നടത്തുമ്പോൾ 100 അറ്റംപ്റ്റ് നടത്തിയാൽ 99 നമ്മൾ അതിനെ പരാജയപ്പെടുത്തും. ഒരു അറ്റംപ്റ്റിൽ തോറ്റാൽ 26 പേരുടെ ജീവനാ. 100% പെർഫെക്റ്റ് ആയ ഒരു അങ്ങനെ പറയല്ലേ? അങ്ങനെ പറയല്ലേ ജെ.ആർ. ഒരു അറ്റംപ്റ്റിൽ പരാജയപ്പെട്ട 26 പേരുടെ ജീവനാ വില. നമുക്ക് നിവൃത്തിയില്ലെന്നേ. നമുക്ക് 100 അറ്റംപ്റ്റിലും ജയിക്കാനേ പറ്റൂ. നമുക്ക് നിങ്ങൾ ചർച്ചയിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സ്പിരിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അതല്ലാതെ അങ്ങനെ വിചാരിക്കല്ലേ എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. 100 അറ്റംപ്റ്റ് അവർ നടത്തുമ്പോ 99 അറ്റംപ്റ്റും നമ്മൾ 26 പേരുടെ ജീവനാണ് എന്റെ വില. നിങ്ങൾ സംസാരിക്കണേ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് എങ്ങനെയാ, 100 അറ്റംപ്റ്റ് അവർ തീവ്രവാദികൾ നടത്തുമ്പോ 99 നമ്മുടെ സൈന്യം പരാജയപ്പെടുത്തും. ഒരു അറ്റംപ്റ്റ് ഒരുപക്ഷെ അവർ വിജയിച്ചിരിക്കാം. അതിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ഇതിനേക്കാൾ വലിയ സെക്യൂരിറ്റി സംവിധാനവും ഉള്ള ആണല്ലോ ഇസ്രായേൽ. ഇതിനേക്കാൾ വലിയ നമ്മുടെ ഇന്ത്യയെക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ളതാണ് അമേരിക്ക. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച സംഭവം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അത് നമ്മൾ മനസ്സിലാകാതെ എങ്ങനെയാണ് ഉണ്ടായത് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. അത് തന്നെയാണ് എന്റെ ചോദ്യം. അതേ ഉള്ളൂ. മാത്രമല്ല സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞത് മറ്റാരോ ആദ്യം പറഞ്ഞത്. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞത് കോൺഗ്രസ് പറയുന്നതിന് മുൻപ് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് ചന്ദ്രശേഖരൻ എന്നാണ്. നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ജെ.ആർ. പത്മകുമാർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ കേണൽ ടിന്നി, വെറുതെ രാജീവ് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പത്രക്കാർ നിങ്ങളെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, ഒരു ലിബറൽ ആളുകൾ. കുറെ പത്രക്കാർ ചോദിച്ചു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖരൻ മറുപടി ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് പറഞ്ഞത്. അതെ, ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നല്ല പറഞ്ഞത്. ഞാൻ ബൈറ്റ് ചെയ്യിപ്പിക്കാം. ശ്രീ ജെ.ആർ. പത്മകുമാർ, സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യത്തിന് അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഉണ്ടായി എന്നാ പറഞ്ഞത്. അതിൽ ആർക്കാ സംശയം എന്നാ ചോദിച്ചത്? ഞാനതിനെ താങ്കൾ പറഞ്ഞത് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ബൈറ്റ് വന്ന ദിവസവും വധേര
ജെ ആർ പത്മകുമാർ, താങ്കൾ പറയുന്നതിനാ ഞാൻ പറയുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു സുരക്ഷാ വീഴ്ച ഉണ്ടായോ? രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഉണ്ടായി. അതിലാർക്കാ സംശയം എന്നാ ചോദിക്കുന്നത്? എതിരായിട്ടുള്ള ചിന്തിക്കുന്ന ആളുകളുടെ ഒപ്പം നിങ്ങൾ എന്തിനു കൂടുന്നു? അപ്പൊ അങ്ങയുടെ പാർട്ടിയുടെ അധ്യക്ഷൻ രാജ്യത്തിന് ചിന്തിക്കുന്ന ആളാണോ? ജെ ആർ പത്മകുമാർ, സുരക്ഷാ വീഴ്ച ഉണ്ടോ എന്ന് ചോദ്യത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണോ? ഞങ്ങൾക്ക് കോൺഗ്രസ്സുകാരിൽ നിന്നോ ഇവിടുത്തെ കുറെ മാധ്യമ പ്രവർത്തകരിൽ നിന്നോ ഞങ്ങൾക്ക് രാജ്യസ്നേഹം പഠിക്കേണ്ട ഹാഷ്മി, ഞങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ രക്തം എന്താണ്, ഞങ്ങളുടെ ചിന്ത എന്താണ്, ഞങ്ങളുടെ പ്രവർത്തനം എന്താണെന്ന് ഈ രാജ്യത്തെ ഓരോ ദേശസ്നേഹിക്കും അറിയാം. അതുകൊണ്ടാണ് ഇതിനെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിനോടൊപ്പം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ മാപ്രകൾ ഒഴിഞ്ഞ് ബാക്കി എല്ലാ ആളുകളും ഒന്നല്ലോ ഈ ദേശവിരുദ്ധരായ ആളുകൾ ഈ മാപ്ര എന്ന് പറയുന്നത് CPM-ന്റെ സൈബർ കമ്മ്യൂൺ വിളിക്കുന്നതാ. അല്ലല്ല ജെ ആർ പത്മകുമാർ, അങ്ങ് ഈ വൈകാരിക ആവേശത്തിൽ ഈ മാപ്ര എന്ന് വിളിക്കുന്ന CPM-ന്റെ സൈബർ കമ്മ്യൂണിന് കോപ്പിറൈറ്റ് ഉള്ള സാധനം. അപ്പൊ CPM-ന്റെ സൈബർ കമ്മ്യൂൺ കോപ്പിറൈറ്റ് ഉള്ള സാധനം അങ്ങെടുത്ത് പ്രയോഗിക്കണോ? അങ്ങേക്ക് സ്വന്തം എന്തെങ്കിലും പറഞ്ഞൂടെ? അല്ലല്ല ഞാൻ പറഞ്ഞു അങ്ങേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞൂടെ? അല്ല ഞാൻ പറയുന്നത് CPM-ന്റെ സൈബർ കമ്മ്യൂണിന് കോപ്പിറൈറ്റ് ഉള്ള സാധനം ഈ മാപ്ര. BJP വക്താവിന് CPM-ന്റെ സൈബർ കമ്മ്യൂൺ പറയുന്നത് എടുത്ത് പ്രയോഗിക്കണോ? അങ്ങേക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായിക്കൂടെ? അല്ല നിങ്ങളുടെ കമ്മ്യൂണിനോട് പറ, സ്വന്തമായിട്ടൊരു മാധ്യമപ്രവർത്തകരെ പരിഹസിക്കാൻ സ്വന്തമായിട്ടൊരു വാക്കുണ്ടാക്കിത്താ എന്ന് ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. സ്വന്തമായിട്ട് വാക്കുകൾ ഉണ്ടാക്കി എല്ലാ ആളുകളും സംസാരിക്കുന്നു. അല്ല ഇത് CPM ഉണ്ടാക്കിയാണ്. ഇത് CPM-ന്റെ സൈബർ വിങ് ഉണ്ടാക്കിയ വാക്ക് BJP വക്താവ് എടുത്തിരുന്ന് പറയാവോ ജയാർ? അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് പരിഹസിക്കുക. പൊതു ഇടത്തിൽ വരുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. ശരി നമ്മൾ അല്ലല്ല ഓക്കെ പൊതു ഇടങ്ങളിൽ വരുന്ന ശരി ഞാൻ ഡീറ്റെയിലേക്ക് വരാം. അല്ല ശ്രീ വാക്ക് ഞാൻ ഉപയോഗിച്ചു. ശരി